സ്വാതന്ത്ര്യത്തിന്റെ മേഘവുമേന്തി ഒരു കാറ്റ് ചുരമിറങ്ങി. വൈവിധ്യത്തിന്റെ ഭൂഖണ്ഡം. MP വീരേന്ദ്രകുമാർ. തിളങ്ങുന്ന കണ്ണുകൾ, മുഴങ്ങുന്ന വാക്കുകൾ, ആഴമാർന്ന കടൽ, കറുത്തിരുണ്ട കാട്, മനുഷ്യൻ. കൗമാരത്തിൽ ജയപ്രകാശ് നാരായണന് മുന്നിലെത്തി പാർട്ടി അംഗത്വം തേടി. പിന്നെ ലോഹ്യയിൽ നിന്നറിഞ്ഞു സോഷ്യലിസത്തിന്റെ കാതൽ. എന്നും മനുഷ്യനൊപ്പം. ബറോഡ ഡൈനാമിറ്റ് കേസിൽ പ്രതിയായ ജോർജ് ഫെർണാണ്ടസിന് അഭയം. അടിയന്തരാവസ്ഥയിൽ കണ്ണൂർ ജയിലിൽ. അന്ന് വീരേന്ദ്രകുമാർ എഴുതി, ഞാൻ നിരാശനല്ല. ശരീരം തടവറയിലെങ്കിലും മനസ്സും ചിന്തയും ഈ മതിൽക്കെട്ടിനെ ഭേദിച്ചിരിക്കുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വേദികളിൽ നിന്ന് വേദികളിലേക്ക് ആ കാറ്റ് പടർന്നു. വേണം ജനാധിപത്യം. ഏകാധിപത്യത്തിന്റെ കറുത്ത കാലം തിരിച്ചെത്തരുത്. വീരേന്ദ്രകുമാർ നിറഞ്ഞു ലോഹ്യയുടെ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ദർശനവുമായി. വയനാടിന്റെ പച്ചപ്പിൽ എന്നും അദ്ദേഹം പദമൂന്നി. കാലം മാറുകയായിരുന്നു. ലോകവും. അധികാരം കോർപ്പറേറ്റുകളോട് കൈകോർത്തു. വീരേന്ദ്രകുമാർ പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പറഞ്ഞു. Sure, sir, Chairman, the next war is going to be on water. We know what's happening in Punjab, what's happening elsewhere in India. Water is the problem. ഘാട്ടിന്റെ കാണാച്ചരടുകളും ലോക വ്യാപാര കരാറിന്റെ ഊരാക്കുടുക്കുകളും രാജ്യാന്തര ചൂഷണങ്ങളും തുറന്നുകാട്ടി. പ്ലാച്ചിമടയിലെ ജലചൂഷണം, ആമസോണിന്റെ വ്യാകുലതകൾ, മനുഷ്യവിരുദ്ധമായ ഉടമ്പടികൾ, എല്ലാം എല്ലാം എല്ലാം. വീഴാൻ പോകുന്ന മനുഷ്യൻ എന്നും വീരേന്ദ്രകുമാറിന്റെ വേവലാതി. അവനൊപ്പം നിൽക്കുന്നതായിരുന്നു ആത്മീയത. യാത്രകളിലൂടെ അദ്ദേഹം സ്വയം സ്നാനപ്പെട്ടു, സ്വാമി വിവേകാനന്ദനെ പോലെ. വിഷം കലരാത്ത മതം, ദൈവം. ദർശനങ്ങളുടെ തുഷാരവിശുദ്ധി ഊഷ്മള സൗഹൃദങ്ങളാൽ പോഷിപ്പിച്ചു. ഉളിമൂർച്ചയുള്ള ഓർമ്മയ്ക്ക് വായനയുടെ തികവ്. നിർഭയമായ പത്രപ്രവർത്തനത്തിന് സ്ഥിതി സമത്വ വിശ്വാസം മിഴിവ്. തത്വചിന്തകനായ രാഷ്ട്രീയ നേതാവ്, വായിക്കുന്ന മന്ത്രി, കുടിയൊഴിക്കലിനെതിരെ പൊരുതിയ ഭൂവുടമ, വികസന വിനാശത്തിനെതിരായ പ്രഭാഷകൻ, മതനിരപേക്ഷതയുടെ മഷി നിറച്ച എഴുത്തുകാരൻ, ജനാധിപത്യവാദി, ജിജ്ഞാസു, ഹൃദയാലു. അറിവിന്റെ ഹിമാലയം കണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മഴ പെയ്തിറങ്ങി. അനേകം രുചികളിൽ. ആവാഹിക്കാം അവനവന് ഇഷ്ടമുള്ളത്. അപ്പോഴും ബാക്കിയുണ്ടാകും വീരേന്ദ്രകുമാർ. എന്തെന്നാൽ അത് വരാനിരിക്കുന്ന എണ്ണമറ്റ പോരാട്ടങ്ങളുടെ പേരാണ്.